മുളക് നന്നായിട്ട് തഴച്ച് വളരാൻ, നല്ല കായ്ഫലം ഉണ്ടാവാൻ, രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ, ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാനിപ്പോൾ ഈ സിറാമുളകിൻ്റെ തൈകൾ 4 ആയിരുന്നു നട്ടിരുന്നത്. 4 നല്ലതുപോലെ വളർന്ന് നല്ല കായ്ഫലം കിട്ടി. ഞാൻ മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് അത് കാണുകയും ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പറയുകയൊക്കെ ഉണ്ടായി, എങ്ങനെയാണ് ഇത്രത്തോളം മുളകുകൾ ഉണ്ടായി എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ചുവപ്പ് മുളക് അത് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. എല്ലാത്തിനും ഒന്നും കൂടി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യത്തിനും എല്ലാത്തിനും ചുവപ്പ് മുളകുണ്ട്. ഇത് പൊഴുത്ത് കഴിഞ്ഞാൽ ചുവപ്പാണല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ചുവപ്പിൻ്റെ ഇത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട്. സ്പ്രേ ചെയ്യുന്നത് മുളകിൽ ചുവപ്പ് സ്പ്രേ. ആ ചുവപ്പ് കണ്ടാൽ തന്നെ നമുക്ക് മേടിക്കാൻ തോന്നും. പക്ഷെ അതിലുണ്ടാകുന്ന വിഷപദാർത്ഥം എത്രത്തോളമാണെന്നുള്ളത് ചാനലിലൂടെയൊക്കെ വന്ന കാര്യങ്ങളാണ്. അത്രത്തോളം നമുക്ക് ക്യാൻസർ ഉണ്ടാവാൻ മറ്റു അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമായിരിക്കുന്ന വിഷപദാർത്ഥങ്ങളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള മുളകുകളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു 10-30 തൈകൾ വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് മുളക് പിന്നെ കടയിൽ നിന്ന് വേങ്ങേണ്ടി വരില്ല. സിറാമുളകാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റുമാണ്, നല്ല വിളവെടുപ്പ് കിട്ടും ചെയ്യും, നന്നായിട്ട് കായ്ഫലം ഉണ്ടാവും. അതൊരു 30 നട്ടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്കാണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ തോരൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണെന്നുണ്ടെങ്കിലും നമുക്കതൊക്കെ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി അത് ഉപയോഗിക്കാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പൂത്തിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പൊടിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ രണ്ടും പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പച്ചയും പറിച്ചെടുക്കുന്നുണ്ട്, ചുവപ്പും പറിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് രണ്ടിൻ്റെ ആവശ്യം ഉണ്ടായതുകൊണ്ടാണ്. അച്ചാറിടുക, ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായത്, അതേമാതിരി പൊടിപ്പിക്കാനും ഉണ്ട്. ഈ ഞാൻ ആദ്യം വെച്ച് 4 തൈകളിരുന്നിട്ടാ. 4 തൈകളും നന്നായിട്ട് കായ്ഫലം ഉണ്ടായി എന്ന് കണ്ടപ്പോഴാണ് ഞാൻ പിന്നീട് 30 തൈകളിലേക്ക് മാറിയത്. ഒരു 30 തൈയും നല്ലതുപോലെ കായ്ഫലം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഒരു ഇല ചുരുട്ടലോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗലക്ഷണങ്ങളോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിലൂടെ പറയാൻ പോകുന്നത്. നമ്മൾ സിറാമുളക് വെക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തെ എല്ലാവരും സിറാമുളക് വെക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം 2-3 ഐറ്റംസ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ തലച്ച് വളരുകയും കായ്ഫലം കിട്ടുകയൊക്കെ ചെയ്തിട്ടുള്ളത് സിറാമുളകിലാണ്. പെട്ടെന്നാണ്ട് വളരും, പെട്ടെന്ന് കായ്ഫലം പൂവിടലും പെട്ടെന്നാണ്ട് വളരുകയൊക്കെ ചെയ്യും. പിന്നെ നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്, നല്ല എരിവാണ്. നമ്മളെ ഉപയോഗത്തിന് പറ്റിയ ഒന്നായിട്ടാണ് എനിക്ക് സിറാമുളക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ കൊടുക്കുന്നത് എന്നും വൈകുന്നേര സമയത്ത് ഒരു 2 ദിവസം എടുത്തു വെക്കും കഞ്ഞിവെള്ളം. ഞാൻ അതിൻ്റെ വീഡിയോകളൊക്കെ മുമ്പ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിതിൽ കാണിക്കാത്തത്. അത് 2 ദിവസം കഞ്ഞിവെള്ളം എടുത്തു വെച്ചതിന് ശേഷം അതിൻ്റെ മേൽഭാഗത്തേക്ക്, ഇലൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാൽ ഇലമ്മലുണ്ടാവുന്ന എല്ലാ രോഗങ്ങളും, അതായത് ഇങ്ങനെ മുരടിച്ച് നിൽക്കുക, ഇങ്ങനത്തെ അസുഖങ്ങളും രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാം അത് കാരണം മാറിക്കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ചോട്ടിലാണെന്നുണ്ടെങ്കിൽ മുട്ടത്തോട് നമ്മൾ ഒരു എന്തെങ്കിലും പാത്രത്തിൽ എന്തെങ്കിലും ആയിട്ട് വെയിലത്ത് വെക്കുക, അത് ഉണക്കുക, നന്നായിട്ട് ഉണക്കി പൊടിക്കുക. അതേപോലെ തന്നെ ഡോളോമേറ്റ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഡോളോമേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇതിൻ്റെ, കാരണം കാൽസ്യത്തിൻ്റെ ഒക്കെ നല്ല ഇത് ആവശ്യമുള്ള ഇതാണല്ലോ മുളകുന്നത്. അപ്പോൾ അതിൻ്റെ ഇതിൽ ഒന്ന് ചെറുതായിട്ട് കുറേ ഒന്ന് ഇടേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്നിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കായ്ഫലം കിട്ടും. പിന്നെ കൊടുക്കാറുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വളം കൊടുക്കുന്നത് മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോകളൊന്നും ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നില്ല. വളം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറി വേസ്റ്റുകളെല്ലാം കൂടിയും ഒരു ഇതിൽ കൊണ്ടുപോയിടും. അതിലേക്ക് കടലപ്പിണ്ണാക്കും, വേപ്പുണ്ടാക്കും, എല്ലുപൊടിയൊക്കെ കുറച്ച് ചേർക്കും. പിന്നെ അത് ഒഴിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കുറച്ചൊരു വെണ്ണൂറും കൂടി ചേർത്തിട്ട് അത് നല്ല ഡൈല്യൂട്ട് ചെയ്യണം കേട്ടോ. ഒരു ഇതെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇരട്ടി എന്ന് പറഞ്ഞാൽ അത്രക്കും വെള്ളം ചേർത്തിട്ടാണ് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കാറില്ല. അല്ലെങ്കിൽ ചെടിക്ക് ഒരുപക്ഷെ കേടായി പോകാൻ സാധ്യത ഉണ്ട്.
എന്നിട്ട് ഒരു ആഴ്ചയിൽ ഇടവിട്ടിങ്ങാണ്ട് ഇങ്ങനെ ഒരാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കായ്ഫലാണ് കിട്ടുക. ഒന്നാമത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇലകൾക്കൊന്നും കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തു കൊടുക്കുക. കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുക. അടിയിൽ ഇതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ കായ്ഫലം നമുക്ക് കിട്ടും. എല്ലാം നല്ല നിലയിൽ വളർന്നു വരികയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വിഷമില്ലാത്ത ഈ ചോപ്പൊക്കെ സ്പ്രേ ചെയ്ത് കണ്ട് എത്രയോ വീഡിയോകൾ ഇതിൽ കണ്ടതാണ്. അങ്ങനെയുള്ള മുളകുകൾ കഴിക്കുന്നതിന് പകരം നമ്മുടെ അടുക്കള തോട്ടത്തിൽ നമ്മുടെ വീട്ടുവളപ്പിൽ ഒരു 30 ഞാൻ ഇപ്പോൾ 30 വെച്ചിരിക്കണേ, നമുക്ക് എല്ലാത്തിനുമുള്ള മുളക് അതിമൊന്ന് കിട്ടലുണ്ട്. ഒരുവിധമുള്ള ഇതൊക്കെ നമ്മൾ തന്നെ വളർത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോകളൊക്കെ മുമ്പ് കൊടുത്തിട്ടുണ്ട്, ഇനി കൊടുക്കാനുണ്ട്. അതേപോലെ ബ്രൂൺ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടുത്ത വീഡിയോയിൽ അതാണ് കൊടുക്കാൻ പോകുന്നത്. കാരണം ബ്രൂൺ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് അത് തണ്ട് നല്ലതുപോലെ വണ്ണം വെക്കുകയും നല്ല ശിഖരങ്ങൾ പുതിയ ശാഖകൾ വരികയും ഒക്കെ ചെയ്യും. അതിൻ്റെയൊക്കെ വീഡിയോകൾ ഞാൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ മണിത്തക്കാളി ഒരുപാട് കാര്യങ്ങൾ, അതേപോലെ ഒരുപാട് വീഡിയോകൾ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾ കണ്ടു നോക്കുക. അതേപോലെ തക്കാളിൻ്റെ തൈകൾ ഞാൻ പുതിയ മണ്ണുകളൊക്കെ മാറ്റി റിപ്പോർട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി തൈകൾ നടാനും കൂടിയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നട്ടും ചെയ്തിട്ടുണ്ട്. വഴുതന അങ്ങനെ ഒരുവിധമുള്ളതൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മളെ അടുക്കളയിൽ വിഷമില്ലാത്തത് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ തന്നെ ഇതുപോലുള്ള കുറഞ്ഞത് എല്ലാം വെണ്ടയ്ക്കയാണെന്നുണ്ടെങ്കിലും വെണ്ടയ്ക്കൻ്റെ തൈകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതേപോലെ തക്കാളി തൈകൾ എല്ലാം നല്ലതുപോലെ വളർന്നിട്ടുണ്ട്. ഈ വളം എല്ലാത്തിനും കൊടുത്താൽ മതി. ഈ വളം തന്നെ എല്ലാത്തിനും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ കായ്ഫലം കിട്ടും. എല്ലാത്തിനും നിങ്ങളൊന്ന് കൊടുത്തു നോക്കുക, നല്ല കായ്ഫലം കിട്ടും. എല്ലാം ഞാൻ മുമ്പ് കുറേ വീഡിയോകൾ കൊടുത്തിട്ടുണ്ട്. ഇനി വീഡിയോകൾ ഒരുപാട് കൊടുക്കാനുണ്ട്. അതിൻ്റെ വളർച്ചയിലും അതിൻ്റെ ഉണ്ടായ നമുക്ക് കിട്ടിയ കായ്ഫലങ്ങളും എല്ലാം വിശദമായിട്ട് ഞാൻ ഓരോ വീഡിയോകളിലും നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ അടുക്കള തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത്. നല്ല വിളവെടുപ്പും എല്ലാം കിട്ടാൻ നമ്മളെ പൊടിക്കൈകൾ